അതെ, നമ്മളിന്ന് തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്. അതാകുമ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ കാറ്റും കൊള്ളാം, ഫുഡ് മേടിക്കാം. ഈ മഞ്ഞ ലൈറ്റ് കണ്ടോ, നൈറ്റിൽ ഈ ഒരു വെട്ടം കണ്ണാകെ മഞ്ഞളിച്ച് പോവുകയാണ് കേട്ടോ. എവിടെ പോയാലും ആമി അച്ഛൻ്റെ തോളിലാണ്. അതെനിക്ക് കാര്യമാണ്, എനിക്ക് ഇച്ചിരി കൂളായിട്ട് നടക്കാമല്ലോ. ഈ അമ്പലത്തിൽ ബ്രഹ്മകലശാഭിഷേകമാണ് കേട്ടോ. മൂകാംബിക അമ്മയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർണാടക ടച്ച് കൂടിയാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക അമ്പലങ്ങളും കർണാടക ടച്ച് കൂടി ഉള്ളതാണ്. അപ്പോൾ എനിക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒടുക്കത്തെ നീറ്റാണ് കേട്ടോ. ഈ തറയിൽ വിരിച്ചിട്ടേക്കുന്നതൊക്കെ കണ്ടോ. ഈ ഒരു സ്റ്റേജ് തന്നെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന അടിപൊളിയായിട്ട് കല്യാണ മണ്ഡപം പോലെയാണ് കേട്ടോ. എന്തോ ഒരു പൂജയൊക്കെ നടന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചേറെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു കേട്ടോ. നല്ല ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഊട്ടുപുര. ഇവിടെ കണ്ടോ, ഇവിടെയും നല്ല നീറ്റാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ടേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് കണ്ടോ, കുട്ടികളൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ഡാൻസിന് വേണ്ടിയുള്ള. നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ ആയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആമിക്ക് എന്തൊക്കെയോ സാധനം വേണമെന്നും പറഞ്ഞ് അവൾ അച്ഛനെയും കൊണ്ട് അവിടെ പോയി വാങ്ങിക്കുവാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾക്ക് എല്ലാം വേണം. ഞാൻ പിന്നെ ഒരു കൺമഷി മാത്രമാണ് എടുത്തത്. അവൾക്ക് പിന്നെ ക്ലേ വാങ്ങിച്ചു കൊടുത്തു. എന്തൊക്കെയോ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നേ, ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. ആ ലൈറ്റും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒടുക്കത്തെ ചൂടാണ്. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, ആമിക്ക് എവിടെ പോയാലും ഒരു ഡാൻസ് കളിച്ചില്ല ഒക്കത്തില്ല. പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്, അതും വാങ്ങിച്ചു. നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.